നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു തൊടുകുറി വീഡിയോ ആണ്. ഈ ഒരു തൊടുകുറി വീഡിയോയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ഒരു വലിയ മാറ്റത്തിന്റെ സൂചനയാണ് നൽകുന്നത്. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ 4 നമ്പറുകളുണ്ട്. 1, 2, 3, 4. ഇവയിൽ നിങ്ങളുടെ മനസ്സ് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അത് നിങ്ങളുടെ മനസ്സിന്റെ തീരുമാനമല്ല, അത് നിങ്ങളുടെ ജീവിതത്തെ നയിക്കുന്ന ദൈവിക ശക്തിയുടെ മാർഗനിർദ്ദേശമാണ്. ഒരു നിമിഷം കണ്ണടച്ച് നിങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക. ഭഗവാനെ, എനിക്ക് വേണ്ട സന്ദേശം കാണിച്ചു തരേണമേ എന്ന് മനസ്സിൽ പറയുക. പിന്നീട് കണ്ണുകൾ തുറക്കുന്ന സമയത്ത് ഏത് നമ്പറാണോ നിങ്ങളുടെ മനസ്സിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത്, ആ ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എല്ലാവരും ഇതിൽ നിന്നും ഒരു നമ്പർ തിരഞ്ഞെടുത്ത് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമ്മളെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ തിരഞ്ഞെടുപ്പിന് പിന്നിലും ഒരു അദൃശ്യ ശക്തിയുടെ പ്രവർത്തനമുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. നമ്മൾ ചില ആളുകളെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നു, ചില ആളുകളെ ജീവിതത്തിൽ നിന്ന് വിട്ടയക്കുന്നു. ചില അവസരങ്ങൾ നമ്മൾ നേടുന്നു, ചില അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്നു. ഇതെല്ലാം യാദൃശ്ചികമാണോ? ഒരിക്കലുമല്ല. നവഗ്രഹങ്ങള്, നക്ഷത്രങ്ങള്, കർമ്മം, ദൈവാനുഗ്രഹം ഇവയുടെ സംയോജനമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത നമ്പർ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു രഹസ്യം തുറക്കാൻ പോവുകയാണ്. ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ തിരഞ്ഞെടുത്ത നമ്പർ 1 ആണെങ്കിലുള്ള ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് നമ്പർ 1 ആണെങ്കിൽ നിങ്ങൾ ശക്തമായ മനസ്സുള്ള ഒരാളാണ്. ജീവിതത്തിലെ പല വേദനകളും അനുഭവിച്ചിട്ടും വീഴാതെ മുന്നോട്ടു പോകുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം സന്തോഷം ത്യജിച്ചിട്ടുണ്ടാകാം. നിങ്ങളുടെ ജീവിതം പുറത്തുനിന്ന് കാണുന്നവർക്ക് ശക്തമായി തോന്നും, പക്ഷെ ഉള്ളിൽ നിങ്ങൾ ഏറെ വിഷമിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ പലപ്പോഴും അവസാന നിമിഷം നഷ്ടപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾക്ക് നന്ദി ലഭിച്ചില്ലെന്ന തോന്നലുണ്ടായിട്ടുണ്ടോ? ഇതെല്ലാം തന്നെ ഒരു പരീക്ഷണമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: അടുത്ത 30 മുതൽ 90 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ മാറ്റം വരാൻ പോവുകയാണ്. അത് സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റമാകാം, അല്ലെങ്കിൽ ഒരു പുതിയ അവസരം നിങ്ങളെ തേടിയെത്തുന്നതാകാം. നഷ്ടപ്പെട്ട ബന്ധം തിരിച്ചു വരാനുള്ള സാധ്യതയാകാം. ജോലി അല്ലെങ്കിൽ ബിസിനസ്സിലുള്ള വളർച്ചയാകാം. നിങ്ങൾ ഏറെ നാളായിട്ട് കാത്തിരുന്ന ഒരു കാര്യത്തിന് ദൈവം അതെ എന്ന് പറയാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഗുരുവായൂരപ്പന്റെ പ്രത്യേക അനുഗ്രഹം പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾ അറിയാതെ തന്നെ ഭഗവാൻ നിങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങളെല്ലാം മാറാനും അതുപോലെ തന്നെ ഈ വിജയങ്ങളൊക്കെയും എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് വന്നു ചേരാനുമായിട്ട് ചില കർമ്മ പരിഹാരങ്ങൾ കൂടെ പറയുന്നുണ്ട്. വ്യാഴാഴ്ച ദിവസം ഒരു ദീപം തെളിയിക്കുക എന്നതാണ് ഒന്നാമത്തെ പരിഹാരം. വിഷ്ണു ഭഗവാന്റെയോ ശ്രീകൃഷ്ണ ഭഗവാന്റെയോ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിന്റെ മുന്നിലായിട്ട് വ്യാഴാഴ്ച ദിവസം ഒരു നെയ്ദീപം തെളിയിക്കുക. ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിക്കുക. ഓം നമോ നാരായണായ 108 തവണ ദിവസവും ജപിക്കുക. ഒരു ദരിദ്രന് ഭക്ഷണം നൽകുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാൻ തുടങ്ങും. ഇനി ഈ പറഞ്ഞ എല്ലാ പരിഹാരങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും ഏതെങ്കിലും 2 കാര്യമെങ്കിലും നിർബന്ധമായിട്ടും ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്പർ 1 തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്പർ 2 തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് നമ്പർ 2 ആണെങ്കിൽ നിങ്ങൾ വളരെ കരുണയുള്ള ഹൃദയമുള്ള ഒരാളാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ വേദന സ്വന്തം വേദനയായി അനുഭവിക്കുന്ന ആളാണ്. പലപ്പോഴും നിങ്ങൾ സ്വന്തം ജീവിതം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാനസിക വേദന ഉണ്ടായിട്ടുണ്ടോ? വിശ്വസിച്ച ഒരാൾ നിങ്ങളെ നിരാശപ്പെടുത്തിയോ? നിങ്ങൾ ആരോടും പറയാതെ ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ടോ? എന്നാൽ ഇതെല്ലാം ദൈവം കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: നിങ്ങളുടെ ബന്ധങ്ങളിൽ വലിയ ഒരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. കുടുംബ സൗഖ്യം നിങ്ങളെ തേടിയെത്താൻ പോവുകയാണ്. സാമ്പത്തികമായിട്ട് വലിയ ഒരു നേട്ടം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്.
ഒരു പുതിയ തുടക്കത്തിലേക്ക് കാലെടുത്തു വയ്ക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ കടക്കാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായം തുടങ്ങാൻ പോകുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ദേവിയുടെ പ്രത്യേക കൃപ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ ദേവിയുടെ പ്രിയപ്പെട്ട മകനോ മകളോ ആണ്. നിങ്ങളുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങളെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ചെയ്യേണ്ട പരിഹാരം വെള്ളിയാഴ്ച ദിവസം ദേവിക്ക് പുഷ്പങ്ങൾ അർപ്പിക്കുക എന്നുള്ളതാണ്. ദേവിയുടെ ഫോട്ടോയ്ക്ക് മുന്നിലായിട്ട് വെള്ളിയാഴ്ച ദിവസം പുഷ്പങ്ങൾ സമർപ്പിക്കുക. ഓം ശ്രീ മഹാലക്ഷ്മിയെ നമഃ എന്ന മന്ത്രം നിത്യവും 108 തവണ ജപിക്കുക. ഒരു സ്ത്രീക്ക് സഹായം ചെയ്യുക. ഇത് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ പതുക്കെ മാറും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്പർ 2 തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്പർ 3 തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് നമ്പർ 3 ആണെങ്കിൽ നിങ്ങൾ ജന്മനാ നേതാവാണ്. നിങ്ങൾക്ക് വലിയ കഴിവുകളുണ്ട്, പക്ഷേ അവ തിരിച്ചറിയപ്പെടാതെ പോയിട്ടുമുണ്ട്. നിങ്ങൾക്ക് വലിയ ഉയർച്ച ലഭിക്കേണ്ടതായിരുന്നു. നിങ്ങളുടെ മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഭാവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കരിയറിൽ വലിയ വളർച്ച വരേണ്ട ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ കാലെടുത്തു വയ്ക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും സമൂഹത്തിൽ അംഗീകാരം ലഭിക്കും. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ മുന്നിലേക്ക് ഭാഗ്യവാതിൽ തുറക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതം ഇനി പിന്നോട്ടേക്ക് പോകില്ല എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുക. ശിവഭഗവാന്റെ ശക്തമായ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം എന്ന് പറയുന്നത് തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ്. ഓം നമഃശിവായ മന്ത്രം നിത്യവും 108 തവണ ജപിക്കുക. വെള്ളം ദാനം ചെയ്യുക. ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഉയർച്ച കൈവരിക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് നേടിയെടുക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്പർ 3 തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്പർ 4 തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് നമ്പർ 4 ആണെങ്കിൽ നിങ്ങൾ വളരെ പ്രാക്ടിക്കൽ ചിന്തയുള്ള ഒരാളാണ്. നിങ്ങൾ ജീവിതത്തിൽ പലതവണ വീണിട്ടും വീണ്ടും ഉയർന്ന ഒരു വ്യക്തിയാണ് എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ഒരു സ്ഥിരത കൈവരിക്കുന്ന കാലത്തിലേക്കാണ് നിങ്ങൾ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഭൂമി, വീട് ഇതൊക്കെയും നേടാനുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. കുടുംബത്തില് സമാധാനം നിലനിൽക്കും. ജീവിതത്തിലെ വലിയ ഒരു ടേണിംഗ് പോയിന്റിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങളുടെ ജീവിതം സ്ഥിരതയിലേക്ക് പോകുന്നു എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുക. നവഗ്രഹങ്ങളുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങള്, പോരായ്മകള്, ദുഃഖങ്ങള് ഒക്കെയും ഇല്ലാതാക്കാനായിട്ട് ചെയ്യേണ്ട പരിഹാരം എന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസം എള്ളുദീപം തെളിയിക്കുക എന്നുള്ളതാണ്. ഓം ശം ശനൈശ്വരായ നമഃ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. ഒരു ദരിദ്രന് സഹായം ചെയ്യുക. ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്പർ 4 തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. നിങ്ങൾ തിരഞ്ഞെടുത്ത നമ്പർ ഏതാണ് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങളെ സ്പർശിച്ചെങ്കിൽ ഒരു ഓം എന്ന് കമന്റ് ബോക്സിൽ എഴുതിക്കോളൂ. ഭഗവാന്റെ സന്ദേശം കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ആ ഒരു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളതും കൂടെ കമന്റ് ബോക്സിൽ എഴുതി ചേർക്കുക. നന്ദി.